ഓക്കെ, 2010 വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്വന്തം സന്തോഷ് പണ്ഡിറ്റ് ഒരു കിടിലം പടമായിരുന്നു കൃഷ്ണൻ്റെ രാധയും. എല്ലാ റോളും ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് തെളിയിച്ച മനുഷ്യനാണ് അദ്ദേഹം. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് 2025 അങ്ങനത്തെ ഒരു കിടിലം പടം എടുക്കാൻ പറ്റും എന്ന് തെളിയിച്ച ഹിമേഷ് രേഷമിയ നായകനകത്ത് ഏറ്റവും പുതിയ സിനിമയാണ് ബാഡാസ് രവികുമാർ. രാമനാഥൻ ഇതും വശമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഹിമേഷ് ബായിക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അയാൾ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, സംഗീതം സംവിധാനം ചെയ്തിട്ടുണ്ട്, വരികൾ എഴുതിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സംവിധാനവും അയാളാണ് എന്നുള്ള രീതിയിലായിരുന്നു ഈ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോലെ ഞാനിങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഡയറക്ഷൻ വേറൊരാളാണ്, കീത്ത് ഗോമസ് എന്ന ആളാണ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് സണ്ണി ലിയോണാണ്. വേറൊന്നുമല്ല, അവരെ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ്. ഈ സിനിമയിൽ ഒരു ബംഗാളിനെ പോലെ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. 7-8 പാട്ടുണ്ട്. ഈ എല്ലാ പാട്ടിലും അവരെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട്. കൂലിക്ക് വന്ന് പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിനെ പോലെ, അതായത് ഒരു ബംഗാളിനെ പോലെ പച്ചട പണി ഫുൾ അവരെടുത്തിട്ടുണ്ട്. 7-8 പാട്ടിന് ഡാൻസും കളിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് ഒട്ടും ഫ്ലുവൻ്റ് അല്ലാത്ത ഹിന്ദിയിൽ അവർ തന്നെ ഡബ് ചെയ്ത് ഡയലോഗ്സ് എല്ലാം പറയാം. ഈ ഒരു സിനിമയിൽ ഹിമേഷ് രേഷമിയ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് സണ്ണി ലിയോണാണ്. അവരവരുടെ റോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ബ്രില്യൻ്റ് ആയിരുന്നു. സിനിമയുടെ ടാഗ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് ബാഡാസ് ലോജിക്കാണ്, ബാഡാസ് VFX 80s സ്റ്റൈലാണ്. അതിനോട് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടാണ് ഈ ഒരു പടം അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ഒരു 2.5 മണിക്കൂറിൻ്റെ ഒരു പടം തിയേറ്ററിൽ ഇരുന്ന് അങ്ങോട്ട് ആസ്വദിച്ചങ്ങോട്ട് കാണാം. നിങ്ങൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ലാഗൊക്കെ തോന്നും. ഒരു 4-5 ഫ്രണ്ട്സായിട്ട് പോവുക, ചുമ്മാ വൈബ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിടിലം പടം. ഫുൾ ചിരിക്കാനുള്ള വകുപ്പുണ്ട്. ഇവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു മലങ്കൾട്ട് അല്ലെങ്കിൽ സ്പൂഫ് രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ്മെൻറ്റ് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റും. നമ്മുടെ രാവണ പ്രഭുവിലെ മംഗലശ്ശേരി കാർത്തികേയനെ പോലെ ചുണ്ടിലൊരു സിഗരറ്റ് ഉണ്ടാവും, പക്ഷെ അത് കത്തിക്കില്ല. അത്രയ്ക്ക് വീക്ക്നെസ് ആണ് സിഗരറ്റ്. പക്ഷേ ചേട്ടന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ആ സിഗരറ്റ് ഒരിക്കലും കത്തിക്കില്ല. പക്ഷേ അയാളുടെ നാട്ടുകാരെ കത്തിക്കും. ഒരു സ്പൈ ആയിട്ടാണ് അദ്ദേഹം പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നത്. അയാളുടെ ലോജിക് എന്ന് വെച്ചാൽ ഒരു കിടിലൻ ലോജിക്കാണ്. പക്ഷേ അയാൾ പറയുന്ന എല്ലാ കാര്യത്തിലും നല്ല കാര്യമുണ്ട്. കാര്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രമേ അയാൾ സംസാരിക്കുള്ളൂ. ഫിലോസഫിക്കലായിട്ട് നമ്മുടെ രഞ്ജിത്തിൻ്റെ സിനിമയിൽ കാണുന്ന നായകന്മാർ പറയുന്ന അതേ ഫിലോസഫി തന്നെ രവികുമാർ ഈ സിനിമയിൽ ഉടനീളം പറയുന്നുണ്ട്. ഞാൻ ഹിന്ദി സ്പീക്കിംഗ് ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്നാണ് കണ്ടത് PVRൽ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൽ ഓരോ ഡയലോഗിനും അവർ കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും അവരോട് ഒരു അസൂയ തോന്നി. കാരണം ഹിന്ദിയിൽ പറയുന്ന കുറേ മാസ് ഡയലോഗും പ്രാസൊപ്പിച്ചുള്ള പോയിട്രി പോലത്തുള്ള ഡയലോഗിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതിലെ നായകൻ്റെ തോക്കിൽ ഉണ്ട തീർന്നാൽ പോലും തോക്കിൽ ഉണ്ട പൊട്ടിക്കാൻ അയാൾക്ക് സാധിക്കും. അതാണ് രവികുമാറിൻ്റെ ലോജിക്ക്. ഒരു 30 നിലയുള്ള ബിൽഡിങ്ങിൽ നിന്നും നേരെ ഇങ്ങനെ നടന്നു വരാൻ അയാൾക്ക് സാധിക്കും. കാരണം ഇതാണ് ബാഡാസ് ലോജിക്ക്. എത്ര വലിയ കൊക്കയിലേക്ക് വീണാലും അയാൾ പുഷ്പം പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കാരണം അത് ബാഡാസ് രവികുമാറാണ്. ബാഡാസ് രവികുമാർ ഒരുപാട് സിനിമകൾക്ക് ട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാർക്കോനെ പോലും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഹാക്സോ കൊണ്ടുള്ള ഒരു ഫൈറ്റും രക്തച്ചൊരിച്ചിലും ഒരു രക്തക്കളം തന്നെയായിരുന്നു സിനിമയിലെ ഓരോ ഫ്രെയിംസും. അതിനകത്ത് സ്റ്റെയർ കേസിലെ ഫൈറ്റ് അതേപോലെ തന്നെ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സിനിമയിലെ മറ്റ് ആക്ടേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ സിനിമയിലെ ജോണി ലിവർ ഉണ്ട്, പ്രഭുദേവ ഉണ്ട്. പ്രഭുദേവയാണ് ഈ സിനിമയിലെ വില്ലൻ കാർലോസ്. നമ്മൾ ഈ ക്യാരക്ടേഴ്സിന്റെ പേര് ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി അവർ സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും അവരുടെ പേര് തന്നെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാഡാസ് രവികുമാർ എന്നിങ്ങനെ വരും. കാർലോസ് എന്ന് കഴിഞ്ഞാൽ പറയും കാർലോസ്. ഒരു 80s സ്റ്റൈലിൽ തന്നെയാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ VFXും അങ്ങനെ തന്നെ അവർ ചെയ്തിട്ടുള്ളത്. അത് ഇന്റൻഷനലി അവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറ്റം പറയുന്നതിലോ കളിയാക്കുന്നതിലോ കാര്യമില്ല. കാരണം അങ്ങനെ തന്നെ പറഞ്ഞിറക്കിയ ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2.5 മണിക്കൂർ നല്ല വൈബിൽ ഇങ്ങനെ എൻ്റർടൈൻഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. ക്ലൈമാക്സിൽ വരുമ്പോഴേക്കും കൂടുതൽ ഫണ്ണും എൻ്റർടൈനിങ് ആണ്, കുറച്ചും കൂടി വൈബായിട്ട് മാറുന്നുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും വില്ലൻ പറയും ഈ ഒരു ലൊക്കേഷൻ പോരാ, നമുക്കൊരു ഡാൻസ് കഴിഞ്ഞിട്ട് വന്നാലോ എന്ന്. നേരെ ലൊക്കേഷൻ മാറുന്നു, മരുഭൂമിയിൽ പോയിട്ട് താജ്മഹൽ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസാണ്. അതൊരു 5-6 മിനിറ്റ് ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ എല്ലാവരും കൊല്ലാൻ നിൽക്കുമ്പോഴേക്കും ഇവർക്ക് ഡാൻസ് കളിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നല്ല രസമായിരുന്നു. എന്നിട്ട് സോങ് കഴിയുമ്പോഴേക്കും നേരെ തിരിച്ച് ഫൈറ്റ് മോഡിലേക്ക് വരും, സീരിയസ് മോഡിലേക്ക് വരും. എന്നിട്ടൊരു കിടിലം ഫൈറ്റ്. ധൂം 2 കളിയാക്കുന്ന രീതിയിൽ ഇതിനകത്ത് കുറച്ച് ഒരു ജ്വല്ലറി, ഒരു രാജ്ഞിയുടെ ഒരു നെക്ലസ് ഇവർക്ക് മോഷ്ടിക്കണം. ആ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ധൂം 2 നല്ലപോലെ കളിയാക്കിയിട്ടുണ്ട്. അത് ആ ഒരു തെഫ്റ്റ് സീൻ നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വലിയൊരു സീക്വൻസ് ഉണ്ട്. ഒരു 7-8 പാട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇവർ പ്ലേ ചെയ്യും.
ഹിമേഷ് രേഷമ്മയും സണ്ണി ലിയോണും കൂടി ചേർന്നിട്ട് നമ്മുടെ വനിതാ ഫിലിം അവാർഡ്സിലെ ലാലേട്ടൻ കോസ്റ്റ്യൂം മാറി അടുപ്പിച്ച് കുറേ പെർഫോം ചെയ്യാറില്ലേ, സെയിം വൈബിൽ ഇവർ മാറി മാറി കോസ്റ്റ്യൂം മാറി പാട്ട് മാറി അടുപ്പിച്ചൊരു 7-8 ഡാൻസ് അങ്ങോട്ട് പെർഫോം ചെയ്യും. അത് നല്ല രസമായിരുന്നു. ശരിക്കും ഒരു അവാർഡ് നൈറ്റിൽ കാണുന്ന പോലെ ലാലേട്ടൻ്റെ കുറേ പെർഫോമൻസ് എനിക്ക് നല്ലപോലെ ഓർമ്മ വന്നു. ലാലേട്ടനും അതൊരു നല്ലൊരു ട്രിബ്യൂട്ടായിരുന്നു. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഹൈലി എൻ്റർടൈനിങ് സ്റ്റഫാണ്. ഒരു സ്പൂഫ് നിലയിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടും. നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് സ്ക്രീൻസിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളൂ. എങ്കിലും നിങ്ങളൊരു 10-50 കിലോമീറ്റർ പോയിട്ട് ഈ ഒരു പടം കണ്ടാലും നിങ്ങൾക്കത് വർത്തായിരിക്കും. അതാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു ഫീൽ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷ് പണ്ഡിറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എല്ലാം എൻ്റെ കൈ തൊട്ടാലേ നന്നാവൂ എന്ന് പറയുന്ന പോലെ ഹിമേഷ് രേഷമ്യ ഒറ്റയ്ക്ക് പണി വെച്ചൊരു കിടിലൻ മലങ്കൾട്ട് പടം, ആ ഒരു രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പടമാണ് ബാഡ് ആസ് രവികുമാർ. നിങ്ങൾ എന്തായാലും തൊട്ടടുത്ത് സ്ക്രീനിൽ പോയി എന്തായാലും കാണുക. ഇതായിരുന്നു ഈ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.